തലശ്ശേരി കുട്ടിമാക്കോൽ സംഭവത്തിൽ സിപിഎം നേതാക്കൾക്കെതിരെ യുവതികൾ മൊഴി നൽകിയിട്ടില്ലെന്ന സംസ്ഥാന പട്ടികജാതി കമ്മീഷൻ. കുട്ടിമാക്കോലിൽ നടന്നത് ദളിത് പീഡനമായി വിലയിരുത്തുന്നില്ലെന്ന് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഡയറക്ടർ ഗിരിജയും യുവതിയെ സന്ദർശിച്ച ശേഷം പറഞ്ഞു. കുട്ടിമാക്കലിൽ നടന്നത് പ്രാദേശികമായി ഉണ്ടായ ചില തർക്കങ്ങളാണെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു. തലശ്ശേരി കുട്ടിമാക്കൂലിൽ ദളിത് സ്ത്രീകളെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും അന്വേഷണം നടത്താനായി തലശ്ശേരിയിലെത്തി. ഇരുവരും പെൺകുട്ടികളെ ആശുപത്രിയിൽ കാണാൻ പോയ ശേഷം ഗസ്റ്റ് ഹൌസിൽ രാജന്റെ അയൽവാസികളും ബന്ധുക്കളും നൽകിയ പരാതികളും സ്വീകരിച്ചു. രാജന്റെ കുടുംബത്തിൽ നിന്നും തങ്ങൾക്കേറ്റ പീഡനങ്ങൾ കമ്മീഷനെ ബോധിപ്പിക്കാനാണ് ഇവരെത്തിയത്. ഇരുവരുടെയും പരാതികൾ കേട്ട ശേഷം കമ്മീഷൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: പട്ടികജാതി വിഭാഗം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണിത്. ചെറിയ തർക്കങ്ങളാണ് വലിയ പ്രശ്നമായി മാറിയത്. കഴിഞ്ഞ കാലങ്ങളിൽ രാജനും കുടുംബവും നൽകിയ പരാതിയിൽ പോലീസിന് പരിഹാരം കാണാൻ കഴിയാത്തതാണ് പ്രശ്നം ഈ രീതിയിൽ എത്തിച്ചതെന്നും കമ്മീഷൻ പറഞ്ഞു. അതേസമയം സിപിഐഎം നേതാക്കൾക്കെതിരെ പെൺകുട്ടികൾ മൊഴി നൽകിയിട്ടില്ലെന്നും കമ്മീഷൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്ന കുട്ടി ഞങ്ങൾക്ക് തന്ന മൊഴിയിൽ ജയിലിൽ പോയതുകൊണ്ടും ജയിലിൽ കിടക്കേണ്ടി വന്നതുകൊണ്ടും ഉണ്ടായ മാനസിക സംഘർഷം കൊണ്ടാണ് ഇനി ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞത്. ഒരാളുടെയും പേരെടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു. അങ്ങനെ ആരുടെയും പ്രേരണയോ ആർക്കെങ്കിലും ഒരു പ്രേരണ കുറ്റം ചെലുത്തിയതായിട്ട് പറഞ്ഞിട്ടില്ല. ഇതൊരു ദളിത് പ്രശ്നമായി കാണാൻ കഴിയില്ലെന്നാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേരള ഘടകം ഡയറക്ടർ ഗിരിജ പറഞ്ഞത്. ദളിത് പ്രശ്നമാണെന്നങ്ങ് ഊന്നി പറയാൻ ഒക്കണില്ല. മിക്കവാറും പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, നോട്ട് പൊളിറ്റിക്കൽ. ഈ പ്രദേശത്തെ ദളിത് കുടുംബങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അത് ആരെങ്കിലും മുൻകൈയെടുത്ത് പരിഹരിക്കണം. സിപിഐഎം നേതാക്കൾക്ക് ഇതിൽ പങ്കുള്ളതായി തനിക്ക് കണ്ടെത്താനായിട്ടില്ലെന്നും ഗിരിജ പറഞ്ഞു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തലശ്ശേരി സംഭവത്തിൽ ദളിത് പെൺകുട്ടി അഞ്ജനയുടെ പരാതിയിൽ AN ഷംസീർ MLAയ്ക്കും PP ദിവ്യയ്ക്കുമെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു. ആത്മഹത്യാശ്രമത്തിന് അഞ്ജനയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. തലശ്ശേരി സംഭവത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ആശ്ചര്യം തോന്നുന്നതായും സംഭവത്തെ നിസ്സാരവൽക്കരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കണ്ണൂരിൽ ദളിത് യുവതികൾക്ക് നേരെ ഉണ്ടായ സംഭവത്തെ മുഖ്യമന്ത്രി നിസ്സാരവൽക്കരിക്കുകയാണ്. 1.5 വയസ്സുള്ള ഒരു കുട്ടിയുമായി അമ്മ ജയിലിൽ പോയത് പണ്ടും ഇങ്ങനെ ആളുകൾ പോയിട്ടുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഭരണാധികാരികളുടെ ചുമതല. മുഖ്യമന്ത്രി പാർട്ടിക്കാർ പറയുന്ന അതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 10 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. അമീറുലിനെ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൊലയ്ക്കുപയോഗിച്ച ആയുധം കണ്ടെടുക്കണമെന്ന് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. അപേക്ഷയുടെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. ആടിനെ പീഡിപ്പിച്ച സംഭവത്തിലും ഇയാൾക്കെതിരെ കേസെടുത്തു. കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും അതീവ സുരക്ഷയോടെ രാവിലെ 11:45 പ്രതി അമീറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ കോടതിയിൽ എത്തിച്ചത്. 12:15 ഇയാളെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി. പ്രതിയെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷ മജിസ്ട്രേറ്റ് പരിഗണിക്കവേ പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ദ്വിഭാഷിയുടെ സഹായത്താൽ ചോദിച്ചു. തനിക്ക് നാട്ടിൽ പോകണമെന്ന് മാത്രമാണ് അമീറുൽ പറഞ്ഞത്. 15 മിനിറ്റിനകം നടപടികൾ പൂർത്തിയാക്കി ഈ മാസം 30 വൈകുന്നേരം 4:30 വരെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ മജിസ്ട്രേറ്റ് V മഞ്ജു ഉത്തരവിട്ടു. തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതിനാൽ തെളിവെടുപ്പും മറ്റും മുഖം മറച്ചുകൊണ്ട് നടത്താൻ അനുവദിക്കണമെന്ന അപേക്ഷ കോടതി അനുവദിച്ചതായി പബ്ലിക് പ്രോസിക്യൂട്ടർ SM നസീർ പറഞ്ഞു. അതിന് പ്രത്യേക അനുമതി കോടതി തന്നിട്ടുണ്ട്. ഇയാളെ ഇനിയും വേണ്ടി വന്നാൽ ഐഡന്റിഫിക്കേഷൻ പരേഡിന് തിരിച്ചറിയൽ പരേഡിന് ഹാജരാക്കാനുള്ളതുകൊണ്ട് അന്വേഷണ ഉദ്യോഗം പ്രത്യേക അപേക്ഷ കൊടുത്ത് അതിന് അനുമതി വാങ്ങിയിട്ടുണ്ട്. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അന്വേഷണത്തെ ബാധിക്കും. ഇനി തിരിച്ചറിയാനുള്ളവരൊക്കെ ഫോട്ടോ കണ്ടാൽ പിന്നെ തിരിച്ചറിയൽ പരേഡ് കൊണ്ട് അർത്ഥമില്ല. ആയതുകൊണ്ടാണ് മുഖം മറയ്ക്കാൻ പ്രത്യേക അനുമതി വാങ്ങിയത്. കോടതിയിൽ നിന്നിറക്കിയ പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം കൊലയ്ക്കുപയോഗിച്ച ആയുധവും വസ്ത്രങ്ങളും കണ്ടെടുക്കണമെന്ന് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. തിരിച്ചറിയൽ പരേഡും അന്യ സംസ്ഥാനങ്ങളിലും മറ്റും കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്താനും ഇയാളുടെ ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. പോലീസ് കസ്റ്റഡിയിൽ തിരിച്ചറിയൽ പരേഡ് നടത്തിയ ശേഷം തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പരസ്യപ്പെടുത്തണമെന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന 3 മാസത്തെ തീരുമാനങ്ങൾ 10 ദിവസത്തിനകം നൽകണമെന്നും വിൻസൻ പോളിന്റെ ഉത്തരവിൽ പറയുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്നും വിവരാവകാശ കമ്മീഷണർ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്.
UDF സർക്കാരിന്റെ അവസാന 3 മാസത്തെ ക്യാബിനറ്റ് തീരുമാനങ്ങൾ പരസ്യപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ പ്രവർത്തകർ അധികൃതരെ സമീപിച്ചിരുന്നു. മന്ത്രിസഭായോഗ തീരുമാനങ്ങളിൽ നടപടിയാകും വരെ അവ പരസ്യപ്പെടുത്താനാവില്ല എന്ന വിശദീകരണമായിരുന്നു മറുപടിയിൽ നൽകിയത്. തുടർന്നാണ് വിവരാവകാശ പ്രവർത്തകർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറുപടിയിൽ പറയുന്നു. ഇതനുസരിച്ച് കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന 3 മാസത്തെ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ 10 ദിവസത്തിനകം നൽകണമെന്ന് മറുപടിയിൽ പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് DB ബിനു. കമ്മീഷന്റെ തീരുമാനം അനുസരിച്ച് ഈ മുഴുവൻ തീരുമാനങ്ങളുടെ പകർപ്പും സൗജന്യമായി അപേക്ഷകന് നൽകണം എന്നാണ്. അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സ്വമേധയാ പ്രസിദ്ധീകരിക്കണം എന്നുള്ളത്. ഈ വിവരം ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥ ജനങ്ങൾക്കുണ്ടാകാൻ പാടില്ല. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ 48 മണിക്കൂറിനകം ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസൻ എം പോൾ ഉത്തരവിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൈക്കൂലി കേസിൽ നടപടിയെടുത്തില്ലെന്ന പരാതിയെ തുടർന്ന് SP R നിശാന്തിനിക്കെതിരെ ദ്രുത പരിശോധന നടത്താൻ ഉത്തരവ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടേതാണ് ഈ ഉത്തരവ്. മൂവാറ്റുപുഴ RDO കൈക്കൂലി വാങ്ങുന്നുവെന്ന പരാതിയിൽ വേഗത്തിൽ നടപടിയെടുത്തില്ലെന്നാണ് പരാതി. തൃശൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണം മുൻമന്ത്രി CN ബാലകൃഷ്ണനെന്ന് അനിൽ അക്കര MLA. ഇലക്ഷൻ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചെന്നും പാർട്ടി സ്വത്തുക്കൾ CN സ്വന്തമാക്കി വെച്ചിരിക്കുകയാണെന്നും അനിൽ അക്കര പറഞ്ഞു. തോൽവി പഠിക്കുന്ന KPCC ഉപസമിതിക്ക് മുൻപിലാണ് MLAയുടെ ആരോപണം. തന്നെ തോൽപ്പിച്ചത് തൃശൂരിലെ മുതിർന്ന നേതാക്കളാണെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പത്മജ വേണുഗോപാൽ സമിതിയെ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 12ഇടത്തും UDFിനുണ്ടായ തോൽവിയുടെ അലയൊലികളാണ് പൊട്ടിത്തെറിയിലേക്ക് എത്തിയത്. വടക്കാഞ്ചേരിയിൽ 43 വോട്ടിന് ജയിച്ച അനിൽ അക്കരയാണ് തോൽവി പഠിക്കാനെത്തിയ ഉപസമിതിക്ക് മുന്നിൽ മുതിർന്ന നേതാവ് CN ബാലകൃഷ്ണനെതിരെ ആഞ്ഞടിച്ചത്. തൃശൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണം മുൻമന്ത്രി CN ബാലകൃഷ്ണനാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ CN രംഗത്തെത്തി. വടക്കാഞ്ചേരിയിൽ മത്സരിച്ച തന്നെ പരാജയപ്പെടുത്താൻ CN ബാലകൃഷ്ണൻ ശ്രമിച്ചിരുന്നതായാണ് അനിൽ അക്കര പറഞ്ഞുവെച്ചത്. സ്വകാര്യ ട്രസ്റ്റുകൾ രൂപീകരിച്ച പാർട്ടി സ്വത്തുക്കൾ CN സ്വന്തമാക്കി വെച്ചിരിക്കുകയാണെന്നും അനിൽ അക്കര ഉപസമിതിക്ക് മുന്നിൽ വ്യക്തമാക്കി. തൃശൂരിലെ മുതിർന്ന നേതാക്കളാണ് തന്നെ പരാജയപ്പെടുത്തിയതെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പത്മജ വേണുഗോപാൽ ആവർത്തിച്ചു. പേര് പരാമർശിച്ചില്ലെങ്കിലും CN ബാലകൃഷ്ണനും തേറമ്പിൽ രാമകൃഷ്ണനും നേർക്കാണ് പത്മജ വിരൽ ചൂണ്ടുന്നത്. BJPയിലേക്കുള്ള വോട്ട് ചോർച്ച തടയാൻ പാർട്ടിക്കായില്ലെന്നും പത്മജ കുറ്റപ്പെടുത്തി. ഭാരതിപുരം ശശി, ബിന്ദു കൃഷ്ണ, N വേണുഗോപാൽ എന്നിവരുൾപ്പെട്ട ഉപസമിതിക്ക് മുന്നിൽ ജില്ലയിലെ നേതാക്കൾ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. യോഗയെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായി മാത്രമായി കാണരുതെന്നും യോഗ പരിശീലനം സ്കൂളുകളിൽ ഉൾപ്പെടുത്തുന്നത് സർക്കാർ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആരോഗ്യമുള്ള മനസ്സും ശരീരവുമുള്ള പ്രവർത്തകർ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ കരുത്താണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു. കൊല്ലം ബീച്ചിൽ നടന്ന ചേതനായോഗയിൽ 540 പേർ പങ്കെടുത്തു. സംസ്ഥാനതല പ്രദർശനോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. യോഗയെ ഏതെങ്കിലും മതത്തിന്റെ മാത്രം ഭാഗമാക്കുന്നത് ഭൂരിപക്ഷ സമൂഹത്തിന് ലഭിക്കേണ്ട ഗുണങ്ങൾ നഷ്ടപ്പെടുത്തുമെന്നും യോഗയെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഏതെങ്കിലും ഒരു മതവുമായും യോഗയെ ബന്ധപ്പെടുത്തേണ്ടതില്ല. മതത്തിന്റെ കള്ളിയിൽ ഒതുക്കിയാൽ മഹാഭൂരിപക്ഷത്തിന് യോഗയും അതുകൊണ്ടുണ്ടാകുന്ന ആശ്വാസവും നിഷേധിക്കപ്പെട്ടു പോകും. അത് സംഭവിക്കരുത്. മതത്തിൻ്റെയും ആത്മീയതയുടെയും കെട്ടുപാടുകളിൽ നിന്നും മോചിപ്പിച്ചാലേ യോഗ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രയോജനകരമാവുകയുള്ളൂ. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന യോഗാ പ്രദർശനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം, തിരുവനന്തപുരം. യോഗ എന്നത് ഈശ്വരവിശ്വാസികൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങല്ലെന്നും യോഗാ ദിനത്തിലെ തന്റെ പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. പൊതുവായ ചടങ്ങുകളിൽ മതേതര സൂചനകൾ നൽകുന്ന പ്രാർത്ഥനാ ഗാനങ്ങളാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. മനസ്സ് ഏകാഗ്രമാക്കിയിട്ടാണ് യോഗയിലേക്ക് പ്രവേശിക്കുക. നമ്മൾ അങ്ങനെ മനസ്സ് ഏകാഗ്രമാക്കാൻ എന്ത് പ്രാർത്ഥനയാണ് നടത്തേണ്ടത്? ഈശ്വരവിശ്വാസികൾക്ക് പലതരത്തിൽ പ്രാർത്ഥിക്കാം. ഇനി ഒരാൾ ദൈവവിശ്വാസിയല്ല, യോഗ ചെയ്തുകൂടെ? ഒരു തെറ്റിദ്ധാരണയുണ്ട്, ദൈവവിശ്വാസികൾക്ക് മാത്രമേ യോഗ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയല്ല, യോഗ എല്ലാവർക്കും ചെയ്യാം. മനസ്സിനെ ഏകാഗ്രമാക്കാൻ അദ്ദേഹം സ്വീകരിക്കുന്ന നടപടി അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ്. അതാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി വലിയ വിവാദമുണ്ടാകേണ്ട കാര്യമില്ല. അന്തർദേശീയ യോഗാ ദിനം സംസ്ഥാനത്തും വിപുലമായി ആചരിച്ചു. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരോഗ്യമന്ത്രി KK ശൈലജ നിർവഹിച്ചു. വിവിധ മതവിഭാഗങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് യോഗയെന്നും യോഗയിൽ മതേതരത്വം കാത്തുസൂക്ഷിക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു.
രാജ്ഭവനിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിന്റെ മേൽനോട്ടത്തിലാണ് യോഗ നടന്നത്. രണ്ടാം അന്തർദേശീയ യോഗാ ദിനം സംസ്ഥാനത്തും വിപുലമായാണ് ആചരിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാനതല യോഗാ ദിനാചരണം ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. യോഗ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും പങ്കെടുക്കുന്ന ചടങ്ങാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു കീർത്തനത്തിന്റെ ആവശ്യമില്ല. യോഗയിൽ മതേതരത്വം കാത്തുസൂക്ഷിക്കണമെന്നും ആരോഗ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. നമ്മളതൊരു മതേതര രാജ്യമാണ്. അതുകൊണ്ട് യോഗയിലും ഒരു മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. യോഗാഭ്യാസം തുടങ്ങുന്ന സമയത്ത് മനസ്സിന് സമചിത്തത കൈവരിക്കാൻ ഈശ്വര പ്രാർത്ഥനയാവാം. വിശ്വാസമുള്ളവർക്ക് അവനവനിഷ്ടമുള്ള ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. സംസ്ഥാന ആയുഷ് വകുപ്പാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ യോഗ സംഘടിപ്പിച്ചത്. വിവിധ മേഖലയിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ യോഗയിൽ പങ്കെടുത്തു. മുൻമന്ത്രി VS ശിവകുമാർ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലും യോഗ നടന്നു. രാജ്ഭവനിൽ നടന്ന യോഗ ദിനാചരണത്തിന് ഗവർണർ പി സദാശിവം നേതൃത്വം നൽകി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന യോഗാദിന പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആദിവാസികളുടെ വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകി. ഭൂരഹിതരായ മുഴുവൻ ആദിവാസികൾക്കും കുറഞ്ഞത് 1 ഏക്കർ ഭൂമി നൽകുക, കുടിശ്ശികയായ മുഴുവൻ കടങ്ങളും മാനദണ്ഡങ്ങളില്ലാതെ എഴുതി തള്ളുക, മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ബി വിദ്യാധരൻ കാണി, വൈസ് പ്രസിഡന്റ് PK വിജയകുമാർ, ജോയിന്റ് സെക്രട്ടറി PK സുരേഷ് ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം സമർപ്പിച്ചത്. തിരികെ വാർത്തകളിലേക്ക്. കർണാടകയിൽ മലയാളിയായ ദളിത് വിദ്യാർത്ഥിനി ക്രൂരമായ റാഗിങ്ങിന് ഇരയായി. കർണാടകയിലെ ഗുൽബർഗയിലുള്ള നഴ്സിംഗ് കോളേജിലാണ് സംഭവം നടന്നത്. റാഗിങ്ങിനിരയായ എടപ്പാൾ സ്വദേശിനി ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ മാസം 9-നാണ് കർണാടകയിലെ ഗുൽബർഗിലുള്ള അൽഖമാർ നഴ്സിംഗ് കോളേജിൽ 1-ാം വർഷ BSc നഴ്സിംഗിന് പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥിനിയെ മലയാളികൾ ഉൾപ്പെടെയുള്ള സീനിയർ വിദ്യാർത്ഥിനികൾ റാഗിങ്ങിനിരയാക്കി ടോയ്ലറ്റ് ക്ലീനിംഗ് ലോഷൻ കുടിപ്പിച്ചത്. ഇതേ തുടർന്ന് അന്നനാളം വെന്തുരുകിയ പെൺകുട്ടി കർണാടകയിലെ ആശുപത്രിയിൽ 4 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇതിനുശേഷം കോളേജ് അധികൃതർ പെൺകുട്ടിയെ കേരളത്തിലേക്ക് അയക്കുകയായിരുന്നു. എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്കായി പെൺകുട്ടിയെ ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. 40 ദിവസത്തോളമായി പെൺകുട്ടിക്ക് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ഡിസംബർ 1-ന് കോളേജിൽ പ്രവേശനം നേടിയത് മുതൽ സീനിയർ വിദ്യാർത്ഥിനികളുടെ പീഡനം സഹിക്കാനാവാതെ നാട്ടിലേക്ക് മടങ്ങി വരണമെന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നതായി മാതാവും മാതൃ സഹോദരനും പറഞ്ഞു. വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വരികയാണ് വീട്ടിലേക്ക് കയറി. ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാന്നുള്ളത് അറിയില്ല. അപ്പോൾ പറഞ്ഞു, ഇത് വരേണ്ട അത്രയും ബുദ്ധിമുട്ടില്ല, ലോൺ എടുത്തിട്ടൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയുന്നതാണ് വീട്ടിലത്തെ കാര്യം. ആരും 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇനി മാമാരെ സഹായത്തിനുള്ള ഞാൻ ജീവിക്കുന്നത്. അവരുടെ വസ്ത്രങ്ങളൊക്കെ കഴിപ്പിച്ചിട്ടുള്ള ഡാൻസ് കളിക്കാൻ പറയാം, പാട്ട് പാടാൻ പറയാം. അങ്ങനെ ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിൽ അത്ര അവരോട് സംസാരിച്ച് നടക്കും. വെറുതെല്ലടി ഇങ്ങനെ കരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്, നിനക്ക് വെറുതെല്ലടി അച്ഛനെ ഇല്ലാണ്ടായി പോയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ രീതിയിൽ സംസാരിച്ചു നടക്കും. എന്നാൽ സംഭവത്തിൽ കോളേജ് അധികൃതരിൽ നിന്ന് തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും കോളേജ് അധികൃതർ തയ്യാറായില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. നഴ്സിംഗ് പഠിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് പെൺകുട്ടി കോളേജിൽ BSc നഴ്സിംഗിന് പ്രവേശനം നേടിയത്. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ ലക്ഷക്കണക്കിന് രൂപ കണ്ടെത്താൻ എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണീർ കഴിയുകയാണ് ഈ കുടുംബം. മെഡിക്കൽ കോളേജ് പോലീസ് എത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. പെരുന്നാൾ അടുത്തതോടെ അത്തർ വിപണി സജീവമായി. വൈവിധ്യമാർന്ന സുഗന്ധക്കൂട്ടുകളാണ് പെരുന്നാളിനെ വരവേൽക്കാൻ കോഴിക്കോട് ജാഫർ ഖാൻ കോളനി റോഡിലെ അത്തർ കടകളിൽ ഒരുക്കിയിട്ടുള്ളത്. ഓരോ പെരുന്നാളും വിവിധങ്ങളായ മണങ്ങളുടേതാണ്. ബിരിയാണിയുടെയും കുരുമുളകിട്ട് വറ്റിച്ച പോത്തിറച്ചിയുടെയും കനകമൈലാഞ്ചിയുടെയും എല്ലാം. നോമ്പുകാലത്ത് നിഷിദ്ധമായതിനാൽ വ്രതാനുഷ്ഠാനത്തിനൊടുവിലെ പെരുന്നാൾ പകലിൽ പൂശുന്ന അത്തറിന് ഒരു നോമ്പുകാലത്തിൻ്റെ ഓർമ്മകളുടെ ഗന്ധമാണ്. പത്തേമാരികൾ തീരത്തോടടുത്ത ആ കാലത്തു തന്നെ കേരളത്തിൽ വഴിഞ്ഞൊഴുകിയതാണ് ഊതിൻ്റെയും അത്തറിൻ്റെയും മാസ്മരിക ഗന്ധം. അക്കാലത്തെ ഗൾഫുകാരൻ്റെ മാത്രമായിരുന്നു ആ പരിമളം. കാലക്രമേണ മലയാളികളുടെ ശരീരത്തോട് ആ സുഗന്ധക്കൂട്ട് ചേർന്നു നിന്നു. ഇത് UP ആസാമിൽ നിന്നൊക്കെ പിന്നെ ഡിസ്പ്ലേ ചെയ്തിട്ട് വരുന്നതാണ്. ശരിക്കും ഈ ചന്ദനം വാറ്റുന്ന മാതിരി തന്നെയാണ് ഈ ഊതിൻ്റെ അത്രയൊക്കെ വാറ്റുന്നത്. നോമ്പിൻ്റെ അവസാന പത്തിലാണ് അത്തർ വിപണി സജീവമാകുക. ഊതത്തറിനാണ് ആവശ്യക്കാരേറെ. ഇതിന് വിലയും കൂടും.
പെരുന്നാൾ കാലം പളങ്കുകുപ്പിയിൽ അടച്ചുവെച്ച ഈ സുഗന്ധങ്ങളുടേത് കൂടിയാണ്. ആഘോഷങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ പറ്റാത്തതിനാലാണ് ഓരോ പെരുന്നാൾ കാലവും പുതിയ മണങ്ങൾ തേടിയുള്ള യാത്രകളാകുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ജിബേഷിനൊപ്പം വിനിഷ വൃന്ദാവൻ.